ചേട്ടാ എന്തായിരുന്നു ആ ഒരു സംഭവം എന്തായിരുന്നു? അതെ, ഞങ്ങള് ചായക്കടയിൽ ചായ കുടിക്കാൻ കയറിയതാ. അപ്പൊ അവിടേക്കാണ് ബെറ്റ് ഇതാക്കിയത്. അങ്ങനെ എന്റെ കാറ് ബെറ്റ് വെക്കാൻ തയ്യാറെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് ശരി എന്ന് പറഞ്ഞു. അപ്പൊ എന്താ സുരേഷ് ഗോപി ജയിക്കാന്നുണ്ടെങ്കിൽ എന്റെ അവന്റെ ബൈജുവിന്റെ വണ്ടി എനിക്ക് തരണോ? മുരളീധരൻ ജയിക്കാന്നുണ്ടെങ്കിൽ എന്റെ വണ്ടി ബൈജുവിന് കൊടുക്കണോ? അങ്ങനെ ബെറ്റ്. അങ്ങനെ ഞങ്ങൾ നാഗേഷ് അമ്പലത്തിന്റെ അവിടെ ചാപ്പറമ്പ് ചാവക്കാട് ഞങ്ങളത് അവിടെ അമ്പലത്തിന്റെ ഫ്രണ്ട് വെച്ചിട്ടാണ് ഉറപ്പായത്. അങ്ങനെ അവിടെ വെച്ചിട്ടാണ്. ഇപ്പോ ഈ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ആരെ ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് ആള് ഉറപ്പായിരുന്ന ആള് ജയിക്കുമെന്ന്. പക്ഷെ എനിക്ക് നല്ല ഉറപ്പാണ് സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ളത്. ആര് ജയിക്കുമെന്നായിരുന്നു ആൾക്ക് ഉറപ്പ്? ആള് മുരളീധരൻ ജയിക്കുമെന്ന് ഉറപ്പായിരുന്ന ആൾക്ക്. എന്നിട്ട് ഈ ഇലക്ഷൻ വിജയത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നു? ഇല്ല ആള് അറിഞ്ഞിട്ടുണ്ടാവും സുരേഷ് ഗോപി. അല്ല, ഈ പറയുന്ന വ്യക്തിയെ കോൺഗ്രസിന്റെ നേതാവിനെ വിളിക്കുകയോ? ഇന്നലെ ഇന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് കാറ് താങ്കൾക്ക് ലഭിച്ചത്? നാളാണ് വെച്ചുള്ളത്. നാളെ രാവിലെ 10 മണിക്ക്. എവിടെ വെച്ചിട്ടാ? നാഗേഷ് അമ്പലത്തിന്റെ അവിടെ വെച്ചിട്ട്, ഞങ്ങളെ വീടിന്റെ അവിടെ വെച്ചിട്ട് തന്നെ ഗ്രൗണ്ട്. അവിടെ ചാപ്പറമ്പിൽ വെച്ചിട്ടുണ്ട്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലാണല്ലോ ബി ജെ പിക്ക് ഏറ്റവും കുറവ് വോട്ടുകൾ. അത് ഉറപ്പാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഗുരുവായൂർ കുറയാൻ കാരണം? അത് കറക്റ്റ് നമ്മൾ അവിടുത്തെ പ്രവർത്തനം കുറച്ച് കുറവാ. അപ്പൊ വലിയ തരത്തിലുള്ള സന്തോഷമുണ്ട് ഈ ഒരു വിജയത്തിന്. അതല്ലേ, എനിക്ക് കാറല്ല ഏറ്റവും വലുത്. സുരേഷ് ഗോപി വെച്ചാണ് നമുക്ക് ഏറ്റവും വലുത്. കാറ് കിട്ടുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ഒരു ചെറിയൊരു വിഷമുണ്ടാവില്ലേ? അതുണ്ട്. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. അവന്റെ ഇതൊക്കെ കാണുമ്പോ ടെൻഷൻ അടിക്കുന്നുണ്ട്. ആളെ സംസാരിച്ചിട്ട് എന്താണ് ആളൊരു മനോഭാവം? റെഡിയാണ്, കാറ് തരാൻ റെഡിയാണ്. ആള് തയ്യാറാ. ഒരു തരത്തിലും പ്രശ്നങ്ങളൊന്നും ഇല്ല. ബെറ്റാണല്ലോ. അപ്പൊ മറ്റുള്ള ആളുകളൊക്കെ എന്ത് പറഞ്ഞു? ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ആളുകൾ എന്ത് പറഞ്ഞു? മറ്റുള്ള ആൾക്കാർ പറഞ്ഞ എന്തെങ്കിലും കാറ് മേടിക്കണമെന്നാ പറയണത്. എല്ലാരും പറഞ്ഞ കാറ് മേടിക്കണമെന്നാ പറയണത്. താങ്കൾക്ക് അതിൽ നിന്ന് പിന്മാറാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു? പിന്മാറാൻ ആഗ്രഹം ഉണ്ടായിരുന്നു? ഇല്ല, അത് നാളെ അറിയാം. നാളെ ഞാന് പുറത്തുവിടുള്ളൊക്കെ വാങ്ങിക്കില്ല. മേടിക്കും, കാറ് മേടിക്കും. ബെറ്റാണല്ലോ. കാർ എന്തായാലും വാങ്ങിക്കും. കാർ എന്തായാലും മേടിക്കും. നാളെന്തായാലും കാർ തരും. നാളെ അവിടെ വെച്ചിട്ട് കൈമാറും, ഉറപ്പ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. ആഘോഷങ്ങളൊക്കെ എങ്ങനെ? അടിപൊളി ആഘോഷം. വർണ്ണം മേളം എല്ലാം കൂടെ അടിപൊളി. സന്തോഷം കൊണ്ട് തുള്ളിച്ചാട്ടാണ്. സുരേഷ് ഗോപിയെ ചെമ്പ് ഗോപി എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചിരുന്നില്ലേ? അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്ത് ഗോപിയാണ്? വൈരക്കല്ല് ഗോപിയാണോ, രത്ന ഗോപിയാണോ, എന്താ പറയാ എനിക്കറിയില്ല. വൈഡൂര്യ ഗോപിയാണോ എന്നറിയില്ല. അത് അവർക്കുള്ളതാണ്. നമ്മൾ പകരം പറഞ്ഞതിൽ യാതൊരു അർത്ഥമില്ലല്ലോ. നമ്മൾ ബിജെപിയുടെ സംഘടനാ പ്രവർത്തനത്തില് സംതൃപ്തരാണോ? തുറന്നു പറയുകയാണെങ്കിലല്ല. അല്ല, അതിൽ കുറേ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. സാരമില്ല. പക്ഷെ ഇപ്പൊ അതല്ലല്ലോ. സംഘടനയെക്കാളേറെ അപ്പുറത്തേക്ക് ജനങ്ങൾ ഏറ്റെടുത്തല്ലോ. ദേശീയ തലത്തിലുള്ള ബിജെപിയുടെ ഒരു 63 സീറ്റ് നഷ്ടപ്പെട്ടു ബിജെപി. അത് വലിയൊരു കോട്ടമല്ലേ? കോട്ടം തന്നെയാണ്, അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും അതിനെപ്പറ്റി പറയാനുള്ള ആധികാരികതയൊന്നും എനിക്കില്ല. എങ്കിലും എനിക്കും വിഷമമുണ്ട് അതല്ലേ. കാരണം അതിൽ മറ്റുള്ള പല കളികളും ഉണ്ടാവും. നമുക്കറിയാലോ, ഇദ്ദേഹം ഇനി 400 സീറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏതെല്ലാം നിയമങ്ങൾ വരുമെന്നുള്ളതിന്റെ ഒരു മറുപക്ഷവും കൂടെയുണ്ട്. കാരണം അപ്പൊ സംഘടിതമായ ഭിന്നിപ്പിക്കലെല്ലാം നടന്നിട്ട് അങ്ങനെയുള്ള ആളുകളെല്ലാം ശരിക്കും ഒരു വിഭാഗീയത മുതലെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൃശ്ശൂരിനെ സംബന്ധിച്ച് എത്രത്തോളം ഇനി പ്രതീക്ഷകൾ? ആകാശമുട്ടെ വാനത്തോളം. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ അദ്ദേഹം തന്നെ തയ്യാറാണ്. അതൊന്നും അളക്കാൻ നമ്മൾ ആരുമല്ല. സുനിൽകുമാർ, തൃശ്ശൂരിന്റെ സുനിൽകുമാറിനോട് എന്താണ് പറയാനുള്ളത്? നട്ടല് പൊട്ടിയ മോനെ, അത്രേ ഉള്ളൂ പറയാൻ. നമ്മുടെ മുരളീധരൻ ഉണ്ടല്ലോ, നേമം നിയോജക മണ്ഡലത്തിൽ ബിജെപിയെ പരാജയപ്പെടുത്താൻ വേണ്ടി സ്ഥാനാർത്ഥിയായ ഒരു മഹാരഥൻ, അങ്ങനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തല്ലോ. ആളോട് എന്താ പറയാനുള്ളത്? കിങ്ങിക്കുട്ടനോടാ മുട്ടയിടാൻ പറഞ്ഞു, വേറെ ഒന്നും പറയണില്ല. കോഴിമുട്ട മാർക്കറ്റിൽ പോയി കോഴിമുട്ട കച്ചവടം ചെയ്തോളാം. മുരളീധരൻ ബിജെപിയിലേക്ക് വരുമോ? വേണ്ട, ഞങ്ങളെന്താ ചവറുകളൊക്കെ സ്വീകരിക്കാതിരിക്കണവരാണോ? വേണ്ട. നമസ്കാരം. അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ ജയം നമുക്ക് ഭയങ്കര ആഘോഷല്ലേ. നമ്മുടെ തൃശ്ശൂരിന്റെ സുനിലേട്ടനോട് എന്താ പറയാനുള്ളത്? CPIയുടെ സ്ഥാനാർത്ഥി. ഞാനൊന്നും പറയുന്നില്ല. എന്തിനു പേടിക്കണേ? അവര് എന്നും ജയിച്ചോരല്ലേ. ഇനി അവര് പോട്ടെ, ഇനി വരാത്തവര് വരട്ടെ. ചെമ്പാണോ സ്വർണ്ണാന്ന് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പറഞ്ഞില്ലേ, ചെമ്പാണോ സ്വർണ്ണാണോ മാതാവിന് കൊടുത്ത കിരീടന്ന് മനസ്സിലായില്ലേ? സുല്ലേണ്ട കാര്യം പിന്നെ ഒന്നും പറയാനില്ല. മുരളിയേണ്ട കാര്യം ചിരിച്ചിരി ചോദിയണ്ടേ ഞങ്ങക്ക്.
സുനിലേട്ടനോട് ഒന്നും പറയാനോ? സുനിലേട്ടൻ ഒന്നും പറയാനില്ല. മുരളിയെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് സുരേഷ് ഗോപിയെ മാത്രം പറ്റിയിട്ട് പറയാനുള്ളൂ. കാരണം അതേ ഉള്ളൂ. ഞങ്ങൾക്ക് ജയം, സുരേഷ് ഗോപിയുടെ ജയം മാത്രം. ഞങ്ങൾ തൃശ്ശൂര് അമിത്ഷാ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാല് പോലും ജയിക്കില്ല എന്ന് പറഞ്ഞല്ലോ തൃശ്ശൂര്. സുനിലേട്ടൻ പറഞ്ഞു ജയിക്കില്ലാന്ന് തോന്നിയിരുന്നില്ല, ജയിക്കുന്നെന്നെ തോന്നിയായിരുന്നു. ഞങ്ങൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ട്, വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. തോൽക്കുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതേസമയം മുരളിയും സുനിൽകുമാറും തോൽക്കുന്ന ഞങ്ങൾക്ക് അപ്പോഴേ അറിയായിരുന്നു. പണ്ടേ അറിയാം. സുനിലേട്ടനോട് പറയാനുള്ളത് ഇവിടെ ഗ്ലാമർ നോക്കിയിട്ടില്ല. ആരാണോ വ്യക്തിത്വമുള്ളത്, വ്യക്തിത്വത്തിന്റെ മുന്നിൽ ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും മുസ്ലിം ആയാലും നിൽക്കും. അവിടെ ചെമ്പ് കൊടുക്കുന്ന കാര്യമില്ല. മനസ്സ് തുറന്നുകൊണ്ട് ജനങ്ങളെ സേവിക്കാനായിട്ട് തയ്യാറായിട്ട് ഒരാൾ വന്നാൽ അവിടെ രാഷ്ട്രീയം നോക്കാണ്ട് തൃശ്ശൂരുകാർ വിവരമുള്ള ആൾക്കാരായ കാരണം ആരെങ്കിലും വ്യക്തികളെ വിശ്വസിക്കും, വ്യക്തികളെ അംഗീകരിക്കും. നേമത്തെ BJP പരാജയപ്പെടുത്തിയതുപോലെ തൃശ്ശൂര് പരാജയപ്പെടുത്താനല്ലേ മുരളീധരൻ വന്നത്? മുരളീധരൻ ഇവിടെ വന്നോണ്ടാണ് തോറ്റത്. അവിടെ നിൽക്കുകയാണെങ്കിൽ ജയിച്ചായിരുന്നു. അപ്പൊ മുരളി ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. കാരണം എന്താ? സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് നടന്നില്ല. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് കണ്ടില്ലേ? മലർപ്പൊടിക്കാരന്റെ സ്വപ്നം അതായത് സുരേഷ് ഗോപിനെ ജയിപ്പിച്ച കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും വിനീതമായ ഒപ്പുകൈ. ആരെ ജിഷാ വിജയ് എന്ന് പറഞ്ഞൊരു നടീനായിരുന്നു. അവള് പറഞ്ഞു തൃശ്ശൂർ എടുത്താ പൊന്തില്ലെന്ന് പറഞ്ഞു. അവളോട് ചോദിച്ചു, ഞങ്ങൾ എടുത്തു തൃശ്ശൂര്. എടുത്തോട്ടെ സുനിലേട്ടൻ എന്ന് പറയാ. ആളത്തെ എങ്ങനെ മുകളിലേക്ക് ആൾക്ക് ഇനി ഇറങ്ങാൻ പറ്റില്ല. സുനിലേട്ടൻ ഓട് വീട് കാണിച്ചിട്ട് ഈ വീടിന്റെ പിന്നില് 2 നില വീട് പണിതിട്ട് ജനങ്ങളെ വഞ്ചിച്ചതിനുള്ള പ്രതികരണമാണത്. ചെയ്താണ് വാഴ വയ്ക്കുക. ആ കാര്യം നോക്കി മുന്നോട്ട് നോക്കി കഴിഞ്ഞാൽ ആൾക്കാരെ രക്ഷപ്പെടാം. അതല്ലാണ്ട് ഒരു കാര്യം മുരളീധരനോട് പറയാ. മുരളീധരന അവന് അച്ഛനും തോറ്റു, അവന്റെ പെങ്ങളും തോറ്റു, അവൻ തോറ്റില്ലേ? മുരളിയേട്ടൻ വായ കുറച്ച് അടങ്ങിയിട്ട് പോവുക. ചേച്ചി നമസ്കാരം. നമസ്കാരം. സുരേഷ് ഗോപിയെ ചെമ്പ് ഗോപി എന്ന് വിളിച്ച ആളുകളോട് എന്താ പറയാ? അതിനുള്ള മറുപടി ഇവിടുത്തെ ജനങ്ങൾ കൊടുത്തില്ലേ? കൊടുത്തു. പിന്നെന്താ? ഈ സുനിൽകുമാർ ഉണ്ടല്ലോ, LDF-ന്റെ സ്ഥാനാർത്ഥി, ആൾ ഒരുപാട് വിമർശനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമിത്ഷാ വന്നാൽ പോലും തൃശ്ശൂർ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അദ്ദേഹത്തോട് പറയാനുള്ളത്? എല്ലാത്തിനുള്ള മറുപടി ഇന്നലത്തെ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടന്റെ വിജയാണ്. അപ്പൊ അതിലൊക്കെ എല്ലാം ഉള്ളിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.